പക്ഷി തന്റെ ഭർത്താവായ മിക്കു പക്ഷിയോടൊപ്പം ബ്ലൂ വേൾഡ് വനത്തിൽ താമസിച്ചിരുന്നു. മീനു എല്ലാ ദിവസവും ഒരു മുട്ടയിടുമായിരുന്നു. ഈ രീതിയിൽ അവൾ 7 ദിവസത്തിൽ 7 മുട്ടകൾ ഇട്ടു. ദൈവത്തിന് നന്ദി, എനിക്ക് ആകെ 7 മുട്ടകളായി. കേൾക്കൂ, ഇപ്പോൾ നമ്മൾ 7 കുട്ടികളുടെ മാതാപിതാക്കളാകാൻ പോകുന്നു. അതെ മീനു, അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം വരുന്നു. മറുവശത്ത് കാലു എന്ന ചെന്നായ ഒരു കർഷകന്റെ തോട്ടത്തിൽ നടക്കുകയായിരുന്നു. വാ, ഇന്ന് ശരിക്കും നല്ല രസമായിരിക്കും. തോട്ടത്തിൽ ഇത്രയും വലിയ ഒരുപാട് പപ്പായകളുണ്ടല്ലോ. അവനൊരു പപ്പായ പറിച്ചു, എന്നിട്ട് കഴിക്കാൻ തുടങ്ങി. വാ, എന്ത് സ്വാദിഷ്ടമാണിത്. അപ്പോൾ പുറകിൽ നിന്ന് കൃഷിക്കാരൻ വടിയുമായി വന്നു. നിൽക്കൂ, നിന്നെ ഞാൻ വിടില്ല. അവിടെ നിൽക്കൂ. ആരെ, ഇയാൾ വീണ്ടും വന്നോ? ഞാൻ ഇവിടെയാണെന്ന് ഇയാൾ എങ്ങനെയാ അറിഞ്ഞത്? കാലുചെന്നായ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. കൃഷിക്കാരൻ വളരെ നേരം അവന്റെ പുറകെ ഓടി. പിന്നീട് അയാൾ ക്ഷീണിച്ചു നിന്നു. എന്നെങ്കിലും നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. എന്നെ ഒരിക്കലും നിന്റെ കയ്യിൽ കിട്ടുകയുമില്ല. നിങ്ങളുടെ ആഗ്രഹം നടക്കുവാനും പോകുന്നില്ല. അവൻ പപ്പായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നന്നായി കഴിച്ചു. എന്നിട്ട് നൃത്തം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങി. അങ്ങനെ മീനു പക്ഷിയുടെ 2 മുട്ടകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു. നോക്കൂ, നമ്മുടെ കുട്ടികൾ. ഓ, ഇവർ രണ്ടുപേരും എത്ര ക്യൂട്ടാ. 2 പേരും തങ്ങളുടെ കുട്ടികളെ കിട്ടിയതിൽ വളരെ സന്തോഷിച്ചു. കുഞ്ഞുങ്ങൾക്ക് സോനു എന്നും ടീനു എന്നും പേരിട്ടു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കുട്ടികൾ ഇപ്പോൾ സംസാരിക്കാനും പറക്കാനും പഠിച്ചു. കുട്ടികളെ, ഇപ്പോൾ ആഹാരം അന്വേഷിച്ച് പോവുകയാണ്. നമ്മുടെ മുട്ടകളെ നന്നായി സംരക്ഷിക്കണം. ശരി മമ്മി. എന്ത് സംഭവിച്ചാലും നമ്മുടെ 2 പേരുടെ ശബ്ദം കേട്ടതിന് ശേഷം മാത്രമേ വീടിന്റെ വാതിൽ തുറക്കാവൂ. ശരി മമ്മി, നമ്മൾ ഒരിടത്തും പോകില്ല. ഇത് കേട്ട് മീനുവും മിങ്കുവും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. കുട്ടികളെ, വാതിൽ അകത്തു നിന്ന് ലോക്ക് ചെയ്യൂ. സോനു വാതിലടച്ചു. പിന്നെ മീനുവും മിങ്കുവും വായുവിലേക്ക് പറന്നുപോയി. ആ സമയം കാലു ചെന്നായും അതുവഴി പോവുകയായിരുന്നു. അവൻ അവർ പോകുന്നത് കണ്ടു. ആരെ, ഇവർ രണ്ടുപേരും പോയല്ലോ. അപ്പോൾ ഇവരുടെ വീട്ടിൽ ആരും തന്നെ കാണില്ല. ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് മുട്ടകളും ഇവരുടെ വീട്ടിൽ കാണും. ചെന്നായ അവരുടെ വീടിനടുത്തെത്തി. ചേട്ടാ വരൂ, നമുക്ക് കുറച്ചു നേരം പുറത്ത് കറങ്ങിയിട്ട് വരാം. മമ്മിയും പപ്പയും വരാൻ ടൈം എടുക്കും. വേണ്ട, നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല ടീനു. ആരെ, കൂട്ടിൽ മുട്ടകളോടൊപ്പം കുട്ടികളും ഉണ്ടെന്ന് തോന്നുന്നു. മമ്മിയും പപ്പയും വരുന്നതിന് മുമ്പ് നമ്മൾ ഒരിടത്തും പോകാൻ പോകുന്നില്ല. വരൂ, മമ്മിയും പപ്പയും വരുന്നതിന് മുൻപ് തന്നെ കൈ വൃത്തിയാക്കാം. ആരെ, ഈ വാതിൽക്കൽ ആരാണ്? മോനെ, ഇത് ഞാനാ, നിന്റെ അച്ഛൻ. വാതിൽ തുറക്ക്. അച്ഛനോ? എന്നാൽ അച്ഛന്റെ സൗണ്ട് ഇങ്ങനെയല്ലല്ലോ. അതേ മോനെ, നമ്മൾ വളരെ ക്ഷീണിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ടാ സൗണ്ട് ഇങ്ങനെ വരുന്നത്. ശരി അച്ഛാ, ഞാൻ അമ്മയോട് സംസാരിക്കട്ടെ. മമ്മി, മോനെ, നിന്റെ മമ്മി മൗനവ്രതത്തിലാ ഉള്ളത്. വാതിൽ തുറക്ക്. എന്താ, എല്ലാ ചോദ്യോത്തരങ്ങളും ഇവിടെ വെച്ച് തന്നെ ചെയ്യുമോ? നിങ്ങൾ നമ്മുടെ മമ്മിയും പപ്പയും ആണെന്ന് നമുക്ക് വിശ്വാസമില്ല. നമ്മൾ വാതിൽ തുറക്കുകയില്ല. ഇത് കേട്ടപ്പോ അവന് ദേഷ്യം വന്നു. ഈ കുട്ടികൾ വളരെ മിടുക്കരാണ്. അവൻ അവിടെ നിന്ന് പോയി. പിന്നെ എന്തോ ആലോചിക്കാൻ തുടങ്ങി. ഐഡിയ. അവൻ അതേ സമയം തന്നെ തിരിച്ച് പൂന്തോട്ടത്തിലേക്ക് എത്തി. വീണ്ടും പപ്പായ പറിക്കാൻ തുടങ്ങി. ആരെ, നീ വീണ്ടും വന്നോ? അവിടെ നിൽക്ക്. ഈ കൃഷിക്കാരൻ എപ്പോഴും എവിടെ നിന്നാ പൊട്ടി വീഴുന്നത്? ചെന്നായ പപ്പായം കൊണ്ട് ഓടി. കൃഷിക്കാരൻ വീണ്ടും കുറച്ചു സമയം അവനെ പിന്തുടർന്നു.
നിന്നെ എന്റെ കയ്യിൽ കിട്ടുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസം നീ എന്നെ ജീവനോടെ വിടില്ല. എന്നാൽ ആ ദിവസമേ ഒരിക്കലും വരില്ല. ഇതും പറഞ്ഞ് സന്തോഷത്തോടെ അവൻ അവിടെ നിന്ന് പോയി. എന്നിട്ട് പക്ഷിയുടെ വീട്ടിലെത്തി. ആദ്യം അവരെ കൊതിപ്പിക്കാം. അവൻ പപ്പായയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് ബാദലിന്റെ മുകളിലുള്ള ജനലിലൂടെ അകത്തേക്കെറിഞ്ഞു. അരെ, ഇതെന്താണ്? ടീനു പപ്പായ കഴിച്ചു. വാ, ഇത് വളരെ ടേസ്റ്റിയാണ്. പപ്പായ എടുക്കൂ, പപ്പായ, ചുവന്ന മധുരമുള്ള പപ്പായകൾ. അങ്കിൾ, ഒരു കഷ്ണം കൂടി എറിയുമോ? അരേ കുട്ടികളെ, ദയവായി വാതിൽ തുറക്കൂ. ഞാൻ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്. ശരി അങ്കിൾ. അരെ, വേണ്ട വേണ്ട, അമ്മ എന്താണ് പറഞ്ഞതെന്ന് നീ വീണ്ടും മറന്നോ? അരേ കുട്ടികളെ, ദയവായി വാതിൽ തുറക്കൂ. ഞാൻ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ പറയുന്നത്. ഇല്ല അങ്കിൾ, നമ്മുടെ നന്മ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നതിലാണ്. ഈ കുട്ടികൾ വളരെ മിടുക്കരാണ്. എന്നാൽ ഇന്ന് ഞാൻ ആ മുട്ട എടുത്തിരിക്കും. ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. പിന്നെ അവൻ ചിങ്കിക്കുറുക്കനെ കണ്ടു. അരേ വാ കുറുക്ക. എന്ത് പറ്റി? ഇന്നങ്ങ് എന്നെ വളരെ സ്നേഹത്തോടെയാണല്ലോ നോക്കുന്നത്. അതെ കുറുക്ക, ഇന്ന് എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹം തോന്നുന്നു. എന്നാൽ വരൂ, നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകാം. പോകാം. ഇപ്പോൾ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ചെന്നായ കുറുക്കന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ശരി, അങ്ങയ്ക്ക് വേണ്ടി ചെയ്യാം. ഇപ്പോൾ ചെന്നായ കുറുക്കനെയും കൊണ്ട് പക്ഷിയുടെ വീട്ടിലെത്തി. ആരെങ്കിലും സഹായിക്കുമോ? ആരെങ്കിലും എന്നെ സഹായിക്കുമോ? എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഇവിടെ നമ്മളെ സഹായിക്കാനുണ്ടെന്ന്. പെട്ടെന്ന് ആരോടെങ്കിലും സഹായം ചോദിച്ചാലും ഞാൻ ഏത് നിമിഷം വേണമെങ്കിലും ഒരു മുട്ടയുടെ അമ്മയാകും. ഏതോ പക്ഷി അമ്മയാവാൻ പോവുകയാണെന്ന് തോന്നുന്നു. ചേട്ടാ, നമ്മൾ ഇവരെ സഹായിക്കേണ്ടതല്ലേ? അതെ, അമ്മയും അച്ഛനും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണമെന്നാണ്. എനിക്ക് സുഖമായി മുട്ടയിടാൻ കഴിയുന്ന ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് അവർ രണ്ടുപേരും വാതിൽ തുറന്നു. വരൂ പക്ഷിയമ്മായി, ഇവിടെ മുട്ടയിട്ടാലും. പക്ഷേ അവർ മുന്നിൽ ചെന്നായയും കുറുക്കനെയും കണ്ടു. അവർ പേടിച്ചു പോയി. എന്റെ ദൈവമേ, ഇത് ചെന്നായയാണ്. ചെന്നായ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കടന്നു. സോനുവും ടീനുവും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. അരേ വാ, ഇന്ന് പാർട്ടി നടക്കും. 5 മുട്ടകൾ. ദുഷ്ടനായ ചെന്നായെ, മുട്ടകളെ ഒന്നും ചെയ്യരുത്. ഇല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇതും പറഞ്ഞ് ചെന്നായ 5 മുട്ടകളും എടുത്തു. അരേ, ഇത് അങ്ങ് എന്താണ് ചെയ്യുന്നത്? നീ മിണ്ടാതിരിക്കെ. ചെന്നായ മുട്ടകളും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ആ ചെന്നായ എന്റെ അമ്മയുടെ എല്ലാ മുട്ടകളും കൊണ്ടുപോയി. അവർ രണ്ടുപേരും ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ മീനുവും മിങ്കി പക്ഷിയും അവിടെ വന്നു. ആരെ, എന്തുപറ്റി? നിങ്ങൾ രണ്ടുപേരും എന്തിനാ കരയുന്നത്? സോനുവും ടീനുവും കരഞ്ഞുകൊണ്ട് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എത്ര ദുഷ്ടയായ കുറുക്കനാണ്! നീ നമ്മുടെ മുട്ടകൾ മോഷ്ടിക്കാൻ ആ ചെന്നായെ സഹായിച്ചു. ക്ഷമിക്കണം പക്ഷി സഹോദരി, അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് തോന്നിയത് അവനെന്തോ തമാശ ഒപ്പിക്കുകയാണെന്നാണ്. നിങ്ങൾക്ക് തോന്നിയാലും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ എന്റെ മുട്ടകളെ അവൻ കഴിച്ചു കാണും. കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കൂ സഹോദരി. നിന്റെ മുട്ടകളെ രക്ഷിക്കാൻ ഞാൻ ഉറപ്പായും നിന്നെ സഹായിക്കാം. വരൂ, എന്നോടൊപ്പം വരൂ. അവർ ഇപ്പോൾ കുറുക്കന്റെ പുറകെ പോയി.
അതിലൂടെ സാവധാനം പോകണം. അവിടെ ഒരു വൃദ്ധനായ കൃഷിക്കാരനുണ്ട്. അവർ ദൂരെ നിന്ന് കൃഷിക്കാരൻ തോട്ടത്തിൽ വല വിരിച്ചിരിക്കുന്നത് കണ്ടു. വരൂ, മുന്നോട്ടേക്ക് പോകാം. കുറച്ചു സമയം മുന്നോട്ടേക്ക് പോയപ്പോ ചെന്നായയുടെ വീടെത്തി. ഇപ്പോൾ അവർ 4 പേരും ഒളിച്ചു. കുറുക്കൻ ചെന്നായയുടെ അടുത്തെത്തി. എന്റെ പ്രിയപ്പെട്ടവനെ, നീ എന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് എന്തിനാ ഓടി വന്നത്? നോക്കൂ കുറുക്ക, എനിക്ക് നിന്നിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എന്നാൽ എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് നിനക്ക് വേണ്ടി വേറെ 5 മുട്ടകൾ കണ്ടുവച്ചിട്ടാണ് വന്നത്. എന്താ പറഞ്ഞത്? വേറെയും 5 മുട്ടകളോ? അതെ, ഞാൻ ഇപ്പൊ കണ്ടിട്ടാണ് വന്നത്. ഒരു കോഴി 5 മുട്ടകൾ ഇട്ടിട്ടുണ്ട്. കോഴിയുടെ മുട്ടകൾ? പറയൂ പറയൂ, എവിടെയാ അത്? ആ പപ്പായുടെ തോട്ടമില്ലേ, അവിടെയാണ് കണ്ടത്. ശരി, ഞാൻ ഇപ്പൊ വരാം. നീ ഈ മുട്ടകളെ സൂക്ഷിച്ചു കൊള്ളണം. ശരി ശരി, പെട്ടെന്ന് പോകൂ. ഇത് കേട്ട് ചെന്നായ തോട്ടത്തിലേക്ക് ഓടി. വാ വാ, ഇന്ന് 10 മുട്ടകൾ ഒരുമിച്ച് കിട്ടും. വരൂ മീനുപക്ഷി, നിന്റെ മുട്ടകളെ ഞാൻ നിന്റെ വീട്ടിലെത്തിക്കാം. നിനക്ക് വളരെ വളരെ നന്ദി. കുറുക്കൻ അവരുടെ മുട്ടകളെടുത്ത് വീണ്ടും അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു. ഭാഗ്യം, ഇപ്പോഴാണ് ജീവൻ വന്നത് എന്റെ മുട്ടകൾ. എന്നാൽ നീ ചെന്നായയെ കോഴിയുടെ മുട്ടകൾ എടുക്കാൻ അയച്ചത്, അത് ചെയ്തത് തെറ്റല്ലേ? അരെ, അവിടെ ഒരു മുട്ടകളുമില്ല. ആ ചെന്നായ ഈ സമയം വലിയ കുഴപ്പത്തിലായിരിക്കും. അതെങ്ങനെ? അങ്ങനെ ചെന്നായ തോട്ടത്തിലൂടെ ഓടുകയായിരുന്നു. എവിടെയാണ് കോഴിയുടെ മുട്ടകൾ? കോഴിയെയും കാണാനില്ല, മുട്ടയെയും കാണാനില്ല. അപ്പോൾ അവൻ വലയിൽ കുടുങ്ങി. അയ്യോ ദൈവമേ, ഈ വല എവിടെ നിന്നാ വന്നത്? അപ്പോൾ കൃഷിക്കാരനും അവിടേക്ക് വന്നു. നീ എന്റെ കൈപ്പിടിയിൽ വന്നല്ലോ, ഇനി നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. അയ്യോ, ഇതെങ്ങനെയാ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചാലും നല്ലത് തന്നെ. ഇന്ന് ഞാൻ ഡിന്നറിന് ചെന്നായയുടെ മാംസമാ കഴിക്കാൻ പോകുന്നത്. അയ്യോ ഇല്ലേ! കൃഷിക്കാരൻ ചെന്നായയെ വലിച്ചെഴച്ചു കൊണ്ടുപോയി. കഥ ഇവിടെ അവസാനിച്ചു.